കൃഷ്ണഗാഥ സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നന്ദൻ സുനന്ദയോട് ചോദിക്കണേ, സുനന്ദേ, നിങ്ങളും തങ്കുമല്ല ആഗ്രഹിച്ചത് നവീനും കൃഷ്ണമോളും ഒന്നിച്ച് ജീവിക്കണമെന്നല്ലേ? എനിക്കറിയാം, അത് തന്നെയായിരുന്നു നിങ്ങളുടെ മനസ്സിലെ ആഗ്രഹം എന്ന്. അത് നടക്കാൻ വേണ്ടിയാ കൃഷ്ണമോളെ കളരിക്കിലേക്ക് നവീൻ്റെ ഭാര്യയായിട്ട് കൂട്ടിക്കൊണ്ടു പോകാനാണ് ഞാൻ വന്നിരിക്കുന്നത്. അതുകൊണ്ട് എന്നോട് സത്യം തുറന്നു പറയൂ. ഞാൻ പറഞ്ഞില്ലേ സാർ, അതാണ് സത്യം. ഞങ്ങൾക്കറിയില്ല കൃഷ്ണ എങ്ങോട്ടാണ് പോയതെന്ന്. അവൾ തീരുമാനിച്ചുറപ്പിച്ചായിരുന്നു ഇവിടുന്ന് പോയത്. അവളൊരു പാവമാണ്. അവൾക്ക് ആരുടെയും ജീവിതം തകർത്ത് ഒന്നും നേടിയെടുക്കണമെന്നൊന്നും ആഗ്രഹമില്ല. അതുകൊണ്ടാണ് എങ്ങോട്ടാ പോകുന്നതെന്നും പറയാതെ തങ്കേച്ചിയും കൂട്ടി അവൾ ഇവിടെ നിന്നും പോയത്. അന്നേരം നന്ദൻ പറയണേ, ശരി, എന്നാണെങ്കിലും ഗോപാലൻ വരുമ്പോൾ നിങ്ങൾ രണ്ടുപേരും കൂടി തീരുമാനിച്ച് എല്ലാവർക്കും നന്മ നേരുന്ന ഒരു തീരുമാനം തന്നെ എത്തണം. കൃഷ്ണ എവിടെയാണുള്ളതെന്ന് നിങ്ങൾക്കറിയാമെങ്കിൽ എന്നെ അറിയിക്കണം. എന്താണെങ്കിലും എനിക്ക് അവളെ കണ്ടെത്തിയേ പറ്റുള്ളൂ. അവളെ ഞങ്ങളുടെ കുടുംബത്തിന് ആവശ്യമുണ്ട്, നവീന് ആവശ്യമുണ്ട്. അങ്ങനെ പറഞ്ഞ് നന്ദൻ അവിടെ നിന്ന് ഇറങ്ങുവാണ്. ഇതേസമയം കൃഷ്ണേനും തങ്കത്തിനെയും കുട്ടി ഗോപാലൻ ബസ് സ്റ്റോപ്പിലെത്തുവാണ് കേട്ടോ. അന്നേരം ഗോപാലൻ അവരോട് ചോദിക്കണേണ്, ഇവിടെ നിന്ന് പോകുന്നതിൽ നിങ്ങൾക്ക് നല്ല വിഷമമുണ്ടല്ലേ? നിങ്ങളെ വിട്ട് പിരിയുന്നതിൽ എനിക്കും സനുതക്കുമൊക്കെ ഒത്തിരി സങ്കടമുണ്ട്. സത്യം പറയാലോ, നിങ്ങൾ രണ്ടാളും ഞങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നതിന് ശേഷം ഞങ്ങൾക്ക് സ്വന്തമായിട്ട് കുറച്ചാളുകൾ ഞങ്ങളുടെ ചുറ്റിനുള്ള പോലെ തോന്നലായിരുന്നു. കൃഷ്ണമോളെ ഞാൻ എൻ്റെ മൂത്ത മോളുടെ സ്ഥാനത്താണ് കണ്ടിരുന്നത്. മരണം വരെ നിങ്ങളെ ഞാൻ ചേർത്ത് നിർത്തുമെന്ന് തീരുമാനിച്ചതാണ്. പക്ഷേ ഇപ്പോൾ വിധി നിങ്ങളെ എന്നിൽ നിന്നും അകറ്റിക്കളയുകയല്ലേ ചെയ്യുന്നത്. അന്നേരം തങ്കം പറയുന്നുണ്ട്, അല്ലെങ്കിലും പണ്ട് തൊട്ടേ ഞാനും എൻ്റെ മോളും ആരും തുണയില്ലാതെയും സഹായത്തിന് കൂടെയില്ലാതെയുമാണ് ഇത്ര നാളും ജീവിച്ചു വന്നത്. ഇവിടെ എത്തി നിങ്ങളെ പരിചയപ്പെട്ടതിന് ശേഷം ഇവിടെ താമസിച്ച കുറച്ച് നാളുകൾ ഞങ്ങൾ ഒത്തിരി സന്തോഷിച്ച നാളുകളാണ്. ഞങ്ങളുടെ ജീവിതത്തിൽ അത് എന്നും മായാതെ ഓർമ്മയിലുണ്ടാവും. ഞങ്ങൾ മനസ്സ് തുറന്ന് സന്തോഷിച്ച് ചിരിച്ച് ജീവിച്ച നാളുകളായിരുന്നു ഗോപാലൻ്റെ സുനന്ദയുടെ വീട്ടിലുണ്ടായ നാളുകൾ. നമ്മുടെ ജീവിതത്തിൽ ഒട്ടും പ്രതീക്ഷിക്കാതെ ചില നല്ല വ്യക്തിത്വങ്ങളെ കണ്ടുമുട്ടില്ലേ? അതുപോലെയായിരുന്നു നിങ്ങൾ. ഞങ്ങൾക്ക് അവിടെ നിന്നും പോകുന്നതിൽ സങ്കടമുണ്ട്. പക്ഷേ എന്ത് ചെയ്യാനാ, സാഹചര്യത്തോട് നമ്മൾ പൊരുത്തപ്പെട്ടല്ലേ പറ്റുള്ളൂ. ഈ സമയം കൃഷ്ണ പറയണേ, എന്താണെങ്കിലും ബസ് സ്റ്റോപ്പിലെത്തിയല്ലോ, ബസ് വരാൻ ഇനിയും ടൈം എടുക്കും. അതുവരെ ഗോപാലൻ മാമയോടെ കാത്തു നിൽക്കണമെന്നില്ല. അവിടെ നവീൻ്റെ അച്ഛൻ വന്നിരിക്കുകയല്ലേ. സുനന്ദേച്ചിക്ക് തൊട്ടിക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ഗോപാലൻ മാമയും അങ്ങോട്ടേക്ക് പൊക്കോ. അത് വേണ്ട, ഞാൻ നിങ്ങൾ ബസ് കയറി പോകുന്നത് കണ്ടിട്ട് പൊക്കോളാം. അതൊന്നും സാരമില്ല ഗോപാലമാമ, ഇത്ര നേരം വെയിറ്റ് ചെയ്യേണ്ടി വരും. പറയുന്നത് കേൾക്ക്, സുനന്ദേച്ചി അവിടെ ഒറ്റക്കല്ലേ, പാവം പേടിക്കും. ഞങ്ങൾക്കൊരു കുഴപ്പമില്ല, കൃത്യമായിട്ട് ബസ്സൊക്കെ കയറി പറഞ്ഞ സ്ഥലത്തെത്തിക്കോളാം. ഗോപാലമാമ ധൈര്യമായിട്ട് ചെല്ലും. കൃഷ്ണമോളെ, തങ്കം, ഞാൻ ഇപ്പോഴും പറയുവാണ്, നിങ്ങൾക്ക് രണ്ടാൾക്കും എന്താവശ്യത്തിനും ഒരു വിളിപ്പുറത്തായിട്ട് ഞാനുണ്ടാകും. എനിക്ക് അത്യാവശ്യം ധൈര്യമൊക്കെ ഉണ്ട്. എന്ത് പ്രശ്നം വന്നാലും വിളിക്കണം. നിങ്ങളുടെ കാര്യത്തിലാകുമ്പോൾ എൻ്റെ ധൈര്യം കൂടും. എന്നെ ബുദ്ധിമുട്ടിക്കണ്ടെന്ന് കരുതി എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ വിളിക്കാതിരിക്കരുത്. ഒന്ന് വിളിച്ചാൽ മതി. ഞാനും സുനന്ദയും അവിടെ ഓടിയെത്തിയിരിക്കും. തങ്കം, എന്നോ ഒരു സഹോദരൻ്റെ സ്ഥാനത്ത് ഞാനുണ്ടാകും. അന്നേരം ഓരോരോന്നൊക്കെ പറഞ്ഞ് പരസ്പരം കരയുവാണ്. ഈ സമയം തങ്കം പറയണേ, ഗോപാലൻ ചെല്ല്, മോള് പറഞ്ഞതുപോലെ ഇനി ഇവിടെ നിൽക്കണ്ട. നിന്ന് കഴിഞ്ഞാൽ നമ്മൾ തമ്മി ഇങ്ങനെ ഓരോന്നൊക്കെ പറഞ്ഞ് കൂടുതൽ സങ്കടമാകുകയുള്ളൂ. എന്നാൽ ശരി കൃഷ്ണമോളെ. അങ്ങനെ പറഞ്ഞ് കൃഷ്ണയെ ചേർത്ത് പിടിച്ച് പൊട്ടിക്കരയുവാണ്ടോ ഗോപാലൻ. എന്നിട്ട് കൃഷ്ണയോടും തങ്കത്തിനോട് യാത്ര പറഞ്ഞ് ഗോപാലൻ അവിടെ നിന്നും പോകുവാണ്. പിന്നീട് കാണിക്കുന്നത് കൃഷ്ണയും തങ്കം അവിടെ നിന്ന് പോയോ, എന്തായി അവിടുത്തെ കാര്യങ്ങൾ, നന്ദൻ അവരെ കണ്ടു കാണോ? അങ്ങനെയുള്ള ടെൻഷനുകളിൽ സമാധാനമില്ലാതെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്ടോ സിത്താര. അങ്ങനെ കാര്യങ്ങൾ എന്തായെന്നറിയാനായിട്ട് സുനന്ദയുടെ ഫോണിലേക്ക് സിത്താര വിളിക്കുന്നുണ്ട്. അങ്ങനെ സിത്താരയുടെ കോൾ കാണുന്നതും സുനന്ദ ഫോൺ എടുക്കുക. ഹലോ മാഡം, എന്താ വിളിച്ചത്? കൃഷ്ണയുടെ കാര്യം ചോദിക്കാനാണെങ്കിൽ ഇനി കൃഷ്ണയുടെ കാര്യത്തെക്കുറിച്ച് ഓർത്ത് മാഡം പേടിക്കൊന്നും വേണ്ട. അവൾ ഈ നാട് വിട്ടുപോയി. അവളും തങ്കേച്ചിയും കൂടിയും രാത്രിയിൽ തന്നെ ഇവിടുന്ന് സ്ഥലം വിട്ടു. മാഡത്തിന് സന്തോഷമായി കാണുമല്ലോ. അന്നേരം സിത്താര ചോദിക്കണേ, എങ്ങോട്ടേക്കാണ് അവർ പോയത്? അതൊക്കെ മാഡം എന്തിനാ അറിയുന്നത്? മാഡത്തിൻ്റെ ആവശ്യം അവർ ഈ നാട്ടിൽ നിന്ന് പോകണമെന്നല്ലേ? മാഡത്തിൻ്റെ മോൾ സുരക്ഷിതമായിരിക്കണമെന്നല്ലേ? ഇനിയിപ്പോൾ മാഡത്തിൻ്റെ മോളുടെ ജീവിതത്തിൽ ഒരു പ്രശ്നവും വരില്ല. അവരെങ്ങോട്ടാണ് പോയത്, എന്തിനാണ് പോയത് എന്നൊക്കെ മാഡം അന്വേഷിക്കുന്നത് എന്തിനാ? ഈ സമയത്തായിരിക്കോട്ടെ ഗോപാലനും ഫ്രഷ് ആയിട്ട് അങ്ങോട്ടേക്ക് വരുന്നത്. ആരാ, സിത്താര മാഡമാണോ? ഫോണിൽ തന്നെ, എനിക്ക് കുറച്ച് പറയാനുണ്ട് അവരോട്. അങ്ങനെ പറഞ്ഞ് ഗോപാലൻ ഫോൺ വാങ്ങിക്കുക. ഹലോ മാഡം, നിങ്ങൾ എന്തിനാണ് വിളിച്ചത്? നിങ്ങൾ ആവശ്യപ്പെട്ടതുപോലെ കൃഷ്ണനെ തങ്കത്തിന് നാട് കടത്തി. അതും പകൽ വിളിച്ചതിലല്ല, രാത്രിയിൽ ആരുടെയും കണ്ണിപ്പെടാതെ. നിങ്ങൾ ആവശ്യപ്പെട്ടതുപോലെ നവീൻ്റെ അച്ഛൻ വന്നപ്പോൾ അവർ കണ്ടതില്ല. അവരെക്കുറിച്ച് ചോദിച്ച ചോദ്യത്തിന് ഞങ്ങൾ മറുപടിയും പറഞ്ഞില്ല. അത് നിങ്ങളെ പേടിച്ചിട്ടൊന്നുമല്ല, കൃഷ്ണമോൾക്ക് ഞാൻ കൊടുത്ത വാക്കിൻ്റെ ബലത്തിൽ മാത്രമാണ് ഒരു കാര്യവും നവീൻ്റെ അച്ഛനോട് ഞാൻ പറയാതിരുന്നത്. പക്ഷേ നിങ്ങൾ കാണിച്ചിട്ടുണ്ടല്ലോ മാഡം, അത് വല്ലാത്തൊരു ക്രൂരതയായിപ്പോയി. എന്തിൻ്റെ പേരിലാണെങ്കിലും ഒരു പാവം പെൺകുട്ടിയെ ഒരു പുരുഷനെ കൊണ്ട് വിവാഹം ചെയ്യിപ്പിക്കുക, അവൻ്റെ റൂമിലേക്ക് അവളെ പറഞ്ഞു വിടുക,
കുറച്ച് നാളെങ്കിലും അവരൊന്നിച്ച് യാത്ര ചെയ്യുകയും ഭാര്യ ഭർത്താക്കന്മാരെ പോലെ ജീവിക്കുകയും ചെയ്യുക. എന്നിട്ട് അവളെ എന്നേക്കുമായിട്ട് അവൻ്റെ ജീവിതത്തിൽ നിന്നും ഈ നാട്ടിൽ നിന്നും പടിയിറക്കി വിടുക. അവളുടെ മനസ്സ് എത്രത്തോളം വേദനിച്ചിട്ടുണ്ടാവും. ഒന്നുമില്ലെങ്കിലും അവളൊരു പെൺകുട്ടിയല്ലേ. അവളുടെ പ്രായത്തിലൊരു മോള് മാഡത്തിനും ഉള്ളതല്ലേ. ആ മോൾക്ക് വേണ്ടി അവളെപ്പോലൊരു പെൺകുട്ടിയെ ഇങ്ങനെയൊക്കെ വേദനിപ്പിക്കാൻ എങ്ങനെയാണ് മാഡത്തിന് തോന്നിയത്? എന്തൊക്കെ പറഞ്ഞാലും കഴുത്തി താളി കെട്ടിയതല്ലേ. നവീനെ അറിയാതെയാണെങ്കിലും അവൾ സ്നേഹിച്ചു പോയി കാണും. പക്ഷേ അതൊന്നും തനിക്ക് വിധിച്ചതല്ലെന്നും താൻ കാരണം ആരുടെയും ജീവിതം തകരാൻ പാടില്ലെന്നുള്ള വാശി കൃഷ്ണമോൾക്കുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ചങ്ക് പറിച്ചെടുക്കുന്ന വേദനയോടെ അവൾ ഈ നാട്ടിൽ നിന്ന് പോയത്. മാഡത്തിനറിയോ, അവളുടെ മനസ്സിൽ മുഴുവൻ നവീനായിരുന്നു. ഗാഥയ്ക്ക് വേണ്ടിയാ നവീൻ അവൾ വിട്ടുകൊടുത്ത് എല്ലാം മറിഞ്ഞ് നാട്ടിൽ നിന്ന് പോയത്. സഹിക്കാൻ പറ്റുന്നില്ല മാഡം, ചങ്ക് പൊടിയുന്ന വേദനയുണ്ട്. ഇത്രയെങ്കിലും നിങ്ങളോട് പറഞ്ഞില്ലെങ്കിൽ എനിക്ക് സമാധാനം കിട്ടില്ല. മേശയ്ക്ക് ചുറ്റും ആവശ്യമുള്ളതെല്ലാം ഒരുക്കി വെച്ചിട്ട് ഭക്ഷണം വേണ്ട എന്ന് പറഞ്ഞ് നിങ്ങൾ പറയും അത് ത്യാഗമൊന്നുമല്ല, നിങ്ങളുടെ അഹങ്കാരം കൊണ്ടാണ്. പക്ഷേ ഞങ്ങൾ 4 പേരുള്ള വീട്ടിൽ 2 പേർക്ക് മാത്രം കഴിക്കാനുള്ള ഭക്ഷണമുള്ളപ്പോൾ നീ കഴിക്ക്, അടുത്ത ആൾ കഴിക്ക് എന്നും പറഞ്ഞ് പരസ്പരം കഴിപ്പിക്കാൻ മത്സരിക്കും. പാതി പട്ടിണിയിൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. ഞങ്ങളുടെ അസന്തോഷമാണ് നിങ്ങൾ തകർത്തത്. എൻ്റെ മൂത്ത മോളെ പോലെ കൃഷ്ണനെ ഞാൻ കണ്ടത്, തങ്കത്തെ എൻ്റെ സഹോദരിയെ പോലെയും. അവരെ നിങ്ങൾ ഈ നാട് കടത്തിയില്ലേ, ഞങ്ങളിൽ നിന്നും അകറ്റി കളഞ്ഞില്ലേ. ഇത്രയുമൊക്കെ ഞാൻ നിങ്ങളോട് പറഞ്ഞതിൻ്റെ പേരിൽ സുനന്ദ എന്നെ അവിടുത്തെ ജോലിയിൽ നിന്ന് പുറത്താക്കിയാലും എനിക്ക് കുഴപ്പമില്ല. ഇതെങ്കിലും എനിക്ക് പറഞ്ഞേ പറ്റുള്ളൂ, അല്ലെങ്കിൽ ഈ ഗോപാലന് സമാധാനത്തോടെ കിടന്നുറങ്ങാൻ പറ്റില്ല. അങ്ങനെ പറഞ്ഞു ഗോപാലൻ കോൾ കട്ട് ചെയ്യുവാണ്ടോ. ഈ സമയം ഗോപാലൻ്റെ വാക്കുകളൊക്കെ കേൾക്കുന്നതോടുകൂടി സിത്താര ആകെ അങ്ങ് തകർന്നു പോകുവാണ്. കൃഷ്ണയോട് താൻ കാണിച്ചത് വലിയ തെറ്റായിപ്പോയി എന്ന് തിരിച്ചറിഞ്ഞ് കുറ്റബോധത്തിൽ പൊട്ടിക്കരഞ്ഞുകൊണ്ട് നിൽക്കുവാണ് സിത്താര. പിന്നീട് കാണിക്കുന്നത് കൃഷ്ണയും തങ്കവും കൂടി ഒരു ബസ് സ്റ്റോപ്പിൻ്റെ അവിടെ കയറിയിരിക്കുവാണ്. അന്നേരം തങ്കം മുമ്പിലേക്ക് നോക്കിയിട്ട് പറയണേ, മുമ്പിൽ മുഴുവൻ ഇരുട്ടാ, നമ്മുടെ ജീവിതം ഇരുട്ട് മൂടിയതാ അല്ലേ മോളെ. അമ്മ ഇങ്ങനെ ഓരോന്ന് പറയല്ലേ. നമ്മളെത്താൻ പോകുന്ന പുതിയ സ്ഥലത്ത് നമ്മളെ കാത്തിരിക്കുന്നത് ചിലപ്പോൾ ഒരു വലിയ ഭാഗ്യമാണെങ്കിലോ. അവിടെ നമ്മൾ എത്ര കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും നല്ല രീതിയിൽ തന്നെ ജീവിക്കും. ഈ സമയം തങ്കം പറയുന്നുണ്ട്, അതിൻ്റെ കാര്യത്തിൽ എനിക്കൊരു സംശയമില്ല. നീ എത്ര കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും എന്നെ നല്ലപോലെ നോക്കുമെന്ന് എനിക്കറിയാം. പക്ഷേ എൻ്റെ കാലശേഷം നിൻ്റെ ജീവിതത്തിൽ പിന്നെ എന്താ ഉള്ളത്? ആർക്കു വേണ്ടിയാണ് നീ ജീവിക്കുന്നത്? അതൊക്കെ ഓർത്തിട്ടാണ് എനിക്കൊരു സമാധാനം ഇല്ലാത്തത്. അന്നേരം കൃഷ്ണ പറയണേ, തൽക്കാലം ഇപ്പോൾ അമ്മ ഒന്നും ഓർക്കണ്ട. നമ്മൾ പോകാൻ പോകുന്ന പുതിയ സ്ഥലവും അവിടെ പരിചയപ്പെടാൻ പോകുന്ന ആൾക്കാരെക്കുറിച്ചൊക്കെ ഓർത്താൽ മതി. ഗോപാലമാമ ലോട്ടറി വിറ്റ് നടക്കുവാൻ പറയാറില്ലേ, ഭാഗ്യം നാളെയാണെന്ന്. അതുപോലെ നമുക്കവിടെ കാത്തിരിക്കുന്നത് എന്തെങ്കിലും ഭാഗ്യമാണെങ്കിലോ. അതുകൊണ്ട് എൻ്റെ അമ്മ ആവശ്യമില്ലാത്ത ചിന്തയൊക്കെ ഒന്ന് മാറ്റിവെക്കും. അങ്ങനെ പറഞ്ഞ് തങ്കത്തിനെ ഒന്ന് ഉഷാറാക്കാൻ ശ്രമിക്കുവാണ്ടോ കൃഷ്ണ. പിന്നീട് കാണിക്കുന്നത് നവീനും മാണിക്കുഞ്ഞും കൂടി കാറിൽ തിരികെ വീട്ടിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഈ സമയം നവീൻ്റെ ഫോണിലേക്ക് വിളിക്കുവാണ്ടോ ഗാഥയാണെങ്കിൽ ഭയങ്കര സന്തോഷത്തിലാണ്. സിത്താര വിളിച്ച് കൃഷ്ണ നാട് വിട്ടുപോയ കാര്യം പറഞ്ഞതുകൊണ്ട് തന്നെ ഗാഥ സന്തോഷത്തിൽ തുള്ളിച്ചാടി നവീൻ്റെ ഫോണിലേക്ക് വിളിക്കുക. അങ്ങനെ ഗാഥയുടെ ഫോൺ കാണുന്നതും നവീൻ കോൾ അറ്റൻഡ് ചെയ്യുക. പറ ഗാഥ. ഈ സമയം ഗാഥ പറയണേ, നവീൻ എവിടെയാ? ഞാൻ സൈറ്റ് വിസിറ്റ് ചെയ്തിട്ട് ഇപ്പോൾ തിരിച്ച് വീട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുക. എത്താൻ ലേറ്റ് ആകുമോ? കുറച്ച് ലേറ്റ് ആകും. എന്താ? ഒന്നുമില്ല, നവീനോട് വേഗം ഇങ്ങോട്ടേക്ക് തിരിച്ചെത്താൻ പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വിളിച്ചത്. എത്രയും വേഗം നവീൻ ഇവിടെ വാ. നവീൻ വരുന്നത് കാത്തിരിക്കുവാണ് ഞാൻ. എനിക്കറിയാം നവീൻ ഇപ്പോൾ എന്താ ആലോചിക്കുന്നതെന്ന്. എൻ്റെ മാറ്റം കൊണ്ടല്ലേ. സോറി നവീൻ, കുറച്ച് ദിവസം ഞാൻ നവീനെ വല്ലാതെ ഡിസ്റ്റർബ് ചെയ്തു, വല്ലാതെ ബുദ്ധിമുട്ടിച്ചുവല്ലേ എൻ്റെ പെരുമാറ്റമൊക്കെ. എന്നാലേ ഇനി അങ്ങനെ ഒന്നും ഉണ്ടാവില്ല. എൻ്റെ ജീവിതത്തിൽ നിന്നും ആവശ്യമില്ലാതെ ചില കാര്യങ്ങളൊക്കെ ഒഴിഞ്ഞു പോയിരിക്കുക. സത്യം പറഞ്ഞാൽ എൻ്റെ ജീവിതമല്ല, നമ്മുടെ ജീവിതത്തിൽ നിന്നും. അതെന്ത് കാര്യമോ? അതൊക്കെ ഉണ്ടെന്നേ. ചില പ്രശ്നങ്ങളും ശല്യങ്ങളും ഒക്കെ മുമ്പിൽ തടസ്സമിട്ടുണ്ടായിരുന്നു. എന്നാൽ അതെല്ലാം ഒഴിഞ്ഞുപോയി ഞാനിപ്പോൾ എത്ര ഹാപ്പിയാണെന്നറിയോ. നവീനൊപ്പം പുതിയൊരു ജീവിതം നവീൻ ആഗ്രഹിക്കുന്നത് പോലെ തുടങ്ങാൻ കാത്തിരിക്കുവാണ് ഞാൻ. എല്ലാ അർത്ഥത്തിലും എൻ്റെ നവീൻ്റെതായി മാറാനായിട്ടും. അതോടെ നവീൻ എത്രയും പെട്ടെന്ന് നിങ്ങൾ വാ. ബാക്കിയൊക്കെ നമുക്കിവിടെ വന്നിട്ട് സംസാരിക്കാം. പിന്നെ നവീൻ മാണിക്കുഞ്ഞിനോടെ ഒന്ന് സൂക്ഷിച്ച് ഡ്രൈവ് ചെയ്യാനൊക്കെ പറയട്ടോ. ഞാൻ ഇവിടെ കാത്തിരിക്കുകയാണ്. അങ്ങനെ പറഞ്ഞ് ഗാഥ കോൾ കട്ട് ചെയ്യുവാണ് കേട്ടോ. ഈ സമയത്ത് ഗാഥ ഇത്രയും നന്നായിട്ടൊക്കെ സംസാരിച്ചിട്ടും നവീൻ്റെ മുഖത്ത് വലിയ മാറ്റമോ താല്പര്യമോ ഒന്നുമില്ല കേട്ടോ. ഈ സമയം മാണിക്കുഞ്ഞ് ചോദിക്കണേ, എന്ത് പറ്റി സാർ? ആരാ വിളിച്ചത്? ഗാഥ മാഡമാണോ? അതെ. ഗാഥയുടെ പെരുമാറ്റം എന്നെ ഞെട്ടിച്ചു കളയുക. ഒരാൾക്ക് ഇത്ര പെട്ടെന്ന് ഇങ്ങനെ സ്വഭാവം മാറാനായിട്ടൊക്കെ പറ്റുമോ? എന്നോട് എത്രയും വേഗം അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞു. ആണോ സാറേ? എന്നാലേ ഞാൻ വണ്ടി പറപ്പിച്ചു വിടട്ടെ? അതൊന്നും വേണ്ട, സാവധാനത്തിൽ പോയാൽ മതി താൻ. എൻ്റെ സാറേ, ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് ഒരു 3-4 വീടിനപ്പുറം ഒരു വേലായുധൻ ചേട്ടനുണ്ടായിരുന്നു. ഒരു ദിവസം രാത്രി ഒറ്റയ്ക്ക് പുള്ളി അങ്ങോട്ട് പോകുമായിരുന്നു. പെട്ടെന്ന് എന്തോ കണ്ട് പേടിച്ചു. പിന്നീട് വീട്ടിൽ വന്ന സമയത്ത് വേലായുധൻ ചേട്ടനെ പെരുമാറ്റം എങ്ങനെയാണെന്നറിയോ? ചില സമയം പെട്ടെന്ന് അങ്ങ് ഓരോ കാര്യങ്ങൾ പറഞ്ഞ് പൊട്ടിച്ചിരിയും, അടുത്ത സമയം പൊട്ടിക്കരച്ചിലാകും, പിന്നെ ദേഷ്യമാകും. അങ്ങനെ മിനിറ്റിന് വെച്ചല്ല സ്വഭാവം മാറുന്നത്. പേടി മനസ്സിനെ ബാധിച്ച അങ്ങനെയാ സാറേ. എന്നിട്ട് അയാൾക്ക് എന്തു പറ്റി? പിന്നെന്ത് പറ്റാൻ? പിന്നെ ഒരു മന്ത്രവാദിയെ വിളിച്ചു വരുത്തി കുറേ പൂജയും മന്ത്രവും ഒക്കെ ചെയ്തു.
ഇപ്പോൾ കുറച്ച് കുറവുണ്ട്, എന്നാലും പൂർണ്ണമായിട്ട് മാറിയിട്ടൊന്നുമില്ല. പേടി നമ്മുടെ മനസ്സിനെ ബാധിച്ചാലുണ്ടല്ലോ പിന്നെ നമ്മൾ ചെയ്യുന്നത് നമ്മുടെ മനസ്സിനെ കൊണ്ടുപോലും നിയന്ത്രിക്കാൻ പറ്റില്ല. ഇതിപ്പോൾ ഗാഥാമാടം കണ്ടത് വല്ല പല്ലീനോ പഴുതാരനാണോ? അല്ലല്ലോ, ഉഗ്രവിഷമുള്ള നാഗത്തെയല്ലേ. അതിൻ്റെ ഒരു ഷോക്കിൽ ഗാഥാമാടം അങ്ങനെയൊക്കെ ഓരോന്നൊക്കെ പറഞ്ഞ് പെരുമാറിയെന്നേ ഉള്ളൂ. ഇപ്പോൾ ഗാഥാമാടത്തിനും മാറ്റം സംഭവിച്ചില്ലേ? സ്നേഹത്തോടെ അല്ലേ സാറിനെ വിളിച്ചത്? ഒക്കെ ശരിയാകും സാറേ. അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന മാണിക്കുഞ്ഞിനെ കാണിച്ചുകൊണ്ടൊക്കെയാണ് കേട്ടോ എപ്പിസോഡ് തീരുന്നത്. പിന്നീട് പ്രമോയിൽ കാണിക്കുന്നത് വണ്ടി നിർത്തി മാണിക്കുഞ്ഞ് വെള്ളമോ മറ്റോ അങ്ങനെ എന്തോ മേടിക്കാനായിട്ട് കടയിലേക്ക് പോകുവാണ് കേട്ടോ. ഇതേ സമയം അവിടെ കൃഷ്ണയും തങ്കവും കൂടി നിൽക്കുന്ന ബസ് സ്റ്റോപ്പിൻ്റെ അരികിലുള്ള കടയിലായിരിക്കും കേട്ടോ മാണിക്കുഞ്ഞ് വന്നിട്ടുണ്ടാകുക. ഈ സമയം വെള്ളം മേടിക്കാനായിട്ട് കൃഷ്ണയും അങ്ങോട്ടേക്ക് പോയിട്ടുണ്ടാകും. അന്നേരം അവിടെ നിൽക്കുന്ന മാണിക്കുഞ്ഞ് കൃഷ്ണയെ കാണുവാണ് കേട്ടോ. അങ്ങനെ കൃഷ്ണയെ കാണുന്നതും നേരെ നവീൻ്റെ അരികിലേക്ക് ഓടി വന്നിട്ട് പറയണേ, ദേ നവീൻ സാറേ, നവീൻ സാറിനെ കാത്ത് ഗാഥാ മേഡം അവിടെ വീട്ടിലിരിക്കുക, വേഗം വരാനല്ലേ പറഞ്ഞിട്ട്. എന്നിട്ട് ദേ ആ ഗാഥാ മേഡം ഇവിടെ ദാ അവിടെ നിൽക്കുന്നുണ്ട്. അത് കേട്ട് നവീന് വിശ്വസിക്കാൻ പറ്റുന്നില്ല. എവിടെ? സാറിങ്ങ് വന്നേ. അങ്ങനെ നവീനും മാണിക്കുഞ്ഞും കൂടി പുറത്തിറങ്ങി നേരത്തെ കൃഷ്ണയെ കണ്ട സ്ഥലത്തേക്ക് നവീനും മാണിക്കുഞ്ഞു കൂട്ടിക്കൊണ്ട് പോകുവാണ് കേട്ടോ. ഈ സമയത്ത് കൃഷ്ണ വെള്ളമൊക്കെ വാങ്ങിയിട്ട് അവിടെ നിന്ന് പോയിട്ടുണ്ടാകും. എവിടെയോ താൻ കാതേക്കേണ്ടത്? അയ്യോ എൻ്റെ സാറേ, ഞാൻ ഇപ്പം ഇവിടെ കണ്ടേ ഉള്ളൂ. ഇത്രയും പെട്ടെന്ന് നീ ഗാഥാമേടെ ഇവിടെ പോയി? ഡോ മാണിക്കുഞ്ഞെ, തനിക്ക് പിന്നെയും തുടങ്ങിയോ? ഇല്ല സാറേ, ഞാൻ ശരിക്കും കണ്ടതാന്നേ ഗാഥാമേഡത്തിനെ. ഈ സമയം ഈ കൃഷ്ണയാണെങ്കിൽ വെള്ളം വാങ്ങി അവർ നിൽക്കുന്ന സ്ഥലത്തേക്ക് നടന്നുകൊണ്ടിരിക്കുമായിരിക്കും. പെട്ടെന്നാണ് അവിടെ നിന്ന് സംസാരിക്കുന്ന നവീനെയും മാണിക്കുഞ്ഞിനെയും കാണുന്നത്. അത് കാണുന്നതും കൃഷ്ണ വേഗം അവരുടെ കണ്ണിപ്പെടാതിരിക്കാനായിട്ട് അവിടെ ഒരു സൈഡിൽ വന്ന് മറഞ്ഞു നിൽക്കുവാണ് കേട്ടോ. സാറ് ഒന്ന് വെയിറ്റ്, ഗാഥാ മേഡം ഇവിടെ എവിടെയോ തന്നെയുണ്ട്, ഞാനൊന്ന് നോക്കിയിട്ട് വരാം എന്നും പറഞ്ഞ് മാണിക്കുഞ്ഞ് കൃഷ്ണയെ കണ്ടെത്താനായിട്ട് അവിടെ എല്ലാം നോക്കുവാണ്. അന്നേരം തങ്കവും പെട്ടെന്ന് അവിടെ നിൽക്കുമ്പോൾ മാണിക്കുഞ്ഞിനെ കാണുവാണ് കേട്ടോ. മാണിക്കുഞ്ഞിൻ്റെ കണ്ണിപ്പെടാതിരിക്കാനായിട്ട് സാരി കൊണ്ട് മുഖമൊക്കെ മറിച്ച് തങ്കവും അവിടെ മറഞ്ഞു നിൽക്കുന്നുണ്ട്. ഈ സമയം തങ്കത്തിൻ്റെ അരികിലേക്ക് മാണിക്കുഞ്ഞ് ചെല്ലുന്നുണ്ട്. ഈ കാഴ്ച കണ്ട് ഞെട്ടിലോടെ നിൽക്കുവാണ് കേട്ടോ കൃഷ്ണ. അങ്ങനെ പിടിക്കപ്പെടുമോ എന്നുള്ള ഭയത്തിൽ ടെൻഷനിൽ നിൽക്കുന്ന കൃഷ്ണേനെയൊക്കെയാണ് പ്രമുഖർ കാണിക്കുന്നത്. അപ്പോൾ ഈ റിവ്യൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ. ഇതുപോലുള്ള കൂടുതൽ റിവ്യൂസിനായിട്ട് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യണേ. താങ്ക്